ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നെൻ്റെ ഒരു ഹോം ടൂറാട്ടോ. ചെറിയൊരു വീട് ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാൻ വിചാരിച്ച്. ഇതിൻ്റെ ഫ്രണ്ടത്തെ സിറ്റ് ഔട്ടാണ്. പിന്നെ നേരെ സിറ്റ് ഔട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ പോവുക ഡൈനിങ് ഹാൾക്കാണ്. പിന്നെ ഡൈനിങ് ഹാളിൻ്റെ സൈഡിൽ തന്നെ ഒരു ഓഫീസ് റൂമുണ്ട്. അപ്പോൾ ഒരു ലിവിങ് ഏരിയ എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മളെ സെറ്റൊക്കെ വെച്ച് ഇവിടെയാണ് റോസ്മോളെ കംപ്ലീറ്റ് ടോയ്സും കാര്യങ്ങളൊക്കെ ഷെൽഫിലുള്ള. പിന്നെ ഷിബുവിൻ്റെയും ബിബുവിൻ്റെയും 2 ബ്രദേഴ്സിൻ്റെ ട്രോഫി ആട്ടാ. അവർക്ക് ഫുട്ബോളിൻ്റെ ഉണ്ട്, അവർക്ക് പഠിച്ചതിൻ്റെ എന്തൊക്കെയൊക്കെയോ ട്രോഫീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ടേബിളും ടി വി ഇവിടെ തന്നെ കേട്ടോ. ഡൈനിങ് ഹാളിൽ തന്നെ ഞങ്ങൾ ടി വി വെക്കാറുള്ളത്. ഇതൊക്കെ എൻ്റെ മോളെ കലാപരിപാടികളാട്ടോ. എൻ്റെ മോൾക്ക് ഇപ്പോൾ 4 വയസ്സായിട്ടുണ്ട്. അവളായേരുള്ള കലാപരിപാടിയാണ് ചുമരുമലൊക്കെ. പിന്നെ അതിന് വരച്ചത് എൻ്റെ അനിയത്തി വരച്ചതാട്ടോ. പിന്നെ ഡൈനിങ് ഹാളിൽ ഷെൽഫിൽ ഇതുപോലെ എൻ്റെ ഉപ്പാൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ആയത്ത് കുർസിയും അങ്ങനെ കുറേ ഇങ്ങനെ ഖുറാൻ്റെ ഓരോരോ ആയത്തിൻ്റെ അതൊക്കെ അനിയത്തി തന്നെ എഴുതി ഡിസൈൻ ചെയ്ത് വരച്ചതാട്ടോ. ഉപ്പാൻ്റെ ഫോട്ടോ പിന്നെ ഞങ്ങൾ വെക്കലുണ്ട്. എൻ്റെ ഒപ്പം മരിച്ചിട്ട് ഇപ്പോൾ 8-9 വർഷമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉപ്പാൻ്റെ ഫോട്ടോ അവിടെ തന്നെ വെക്കും ഞങ്ങളെ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഡൈനിങ് ഹാൾ കേട്ടോ. ഡൈനിങ് ഹാളിൻ്റെ ചുമരൊക്കെ കംപ്ലീറ്റ് കച്ചറ പിച്ചറാക്കിയിട്ടുണ്ട്. ഒക്കെ എൻ്റെ മോളെ പണിയാണ്. എൻ്റെ ഉമ്മ തന്നെ പറയും, മോള് 4 വർഷത്തിൻ്റെ മുന്നൊക്കെ വീട് ഭയങ്കര വൃത്തിയായിരുന്നു. ഇപ്പം മക്കളുണ്ടായാലാണ് ഭയങ്കര കേട് വരുത്തിയത് അറിയും. ഇത് പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം പോലെ ഒരു ബെഡ്റൂം കേട്ടോ. ബാത്റൂമൊന്നുമില്ല, സിമ്പിളായിട്ടൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡോ അനിയത്തിൻ്റെ ഹസ്ബൻഡൊക്കെ വരികയാണെങ്കിൽ ഈ റൂമിലാണ് കൊടുക്കുക, ഈ റൂമിലൊക്കെ എടുക്കുക. അവിടെ AC ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കും. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഡൈനിങ് ഹാളിലൊരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇതൊരു ബെഡ്റൂം കേട്ടോ. ഇവിടെ ഞങ്ങൾ ഫാമിലി എല്ലാവരും മക്കളെല്ലാവരും കൂടി ഇവിടെ കിടക്കുക. ഇതൊരു ബാത്റൂം, ഈ റൂമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ബാത്റൂം കേട്ടോ. 2 ബെഡ്റൂമാണ് വീടിന്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ ഷെൽഫിൽ കംപ്ലീറ്റ് ഉമ്മാൻ്റെ തന്നെ കേട്ടോ ഡ്രസ്സൊക്കെ വെക്കൽ. അതും എൻ്റെ അനിയത്തി വരച്ചതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ കേട്ടോ. ഇപ്പം എൻ്റെ കൂടെയുള്ള ഫോട്ടോ പിന്നെ ഞങ്ങളെടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ഉമ്മയും മക്കളും എല്ലാവരും കൂടി 4 മക്കളുള്ളൊരു ഫോട്ടോ ആണ്. പിന്നെ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ബെഡ്റൂം. ഇവിടെ കേട്ടോ ഞാൻ ഡ്രസ്സിങ്ങും കാര്യമൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ എടുക്കാറില്ലേ, ആ മിററാണിത്. ഇത് അനിയത്തി വരച്ചതാണ്. അവളെ വരാറ് കുറേ ഉണ്ടാവും കേട്ടോ. ചുമരുമൽ കുറേ ഉണ്ടാകും വരച്ചതൊക്കെ അവൾ. പിന്നെ ഇത് കിച്ചണ്. ഇവിടെയാണ് അയൺ ചെയ്യൽ. പിന്നെ അയൺ ചെയ്യൽ ഇവിടെയാണ്. പിന്നെ ഇത് ഞങ്ങളെ ഷെൽഫിൽ എല്ലാ വീട്ടിലും കാണേണ്ട ഷെൽഫിലുണ്ടാവണേ പിന്നെ പാത്രങ്ങളാണ്. ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കണ പാത്രങ്ങളാട്ടോ. അതിൻ്റെ ഗ്ലാസ്സൊക്കെ എൻ്റെ മക്കൾ തന്നെ പൊട്ടിച്ചിട്ടുള്ളത്. 2 കുട്ടുമണീസ്. ഇതും പോലെ ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കണ കുറച്ച് പാത്രങ്ങളാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളൊരു കിച്ചണ്. പിന്നെ എന്ത് സ്റ്റോർ റൂം ഇട്ടാ. പിന്നെ ഒരു കിച്ചണും കൂടി ഉണ്ട്. പിന്നെ അത് ഞാൻ വല്ലാതെ കാണിക്കണില്ല, അത് ആകെ അലമ്പായി കിടക്കണം. അവിടെയാണ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പിന്നെ എല്ലാ വീട്ടിലും കാണുന്ന പോലെ തന്നെ എല്ലാ സംഭവങ്ങളും. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഒരു കൊച്ചു വീട്.